അവള് പോയി. ഓട്ടെ, എനിക്കിനില്ല. ഫോട്ടോ അവള് ചോദിച്ച് വാങ്ങിച്ചു തന്നെയായിരിക്കും. നിന്റെ ഹൃദയം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്റെ ഹൃദയം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ചേച്ചി ക്ഷമിക്കണം. ക്ഷമിക്കാൻ ഒന്നുമില്ല കുഞ്ഞ്. സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവം എനിക്ക് നീണ്ടു വിധിച്ചില്ല. ഇന്ന് ഞാൻ എന്റെ ബേബി മോളിൽ മാത്രമായി എല്ലാ ആനന്ദവും കണ്ടെത്തുകയാണ്. നീയും നിന്റെ ചുറ്റുപാടുകളെല്ലാം മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. അപ്പനെയും ചേട്ടനെയും അനുസരിക്കണമെന്നാണ് എന്റെ ആശ. അങ്ങനെ തന്നെ വേണമെന്നാണ് എനിക്കും പറയാനുള്ളത്. എന്നാൽ നിനക്കത് കഴിയാതെ വന്നാലും എന്റെ ഹൃദയം കൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. എന്താ മടി? ഒന്നുമില്ല മച്ചി. ഫോട്ടോ തന്നില്ലല്ലോ. അതിനല്ലേ ഞാനിവിടെ കാത്തു നിൽക്കുന്നത്. ഞാനേ എന്തിവിടെ വന്ന് നിൽക്കുന്നെന്ന് അറിയാമോ? നിന്റെ ഒരു നേക്കറ്റ് ഫോട്ടോ എടുക്കാൻ. എന്നാ ഇപ്പൊ തന്നെ എടുക്കും. ഇവിടെ വെച്ച് പറ്റില്ല. നമുക്ക് ആ കാടിന്റെ മറവിലോട്ട് പോവാം. അതെന്തിനാ? നേക്കഡ് അല്ലേ? അതെന്തെന്നാ? ഓ അയ്യോ വേണ്ട വേണ്ട. പ്ലീസ് മതിനി, എന്റെ പ്രേമല്ല. വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ഞാൻ നിൽക്കില്ല. പ്ലീസ് നിൽക്കൂ നിൽക്കൂ നിൽക്കൂ. ഐ ലവ് യു. എന്നെയാണോ? എന്നെ ഒന്ന് എടുത്താട്ടെ. നേക്കറ്റാ? മോളെ എന്താ ബേബി അത്? എന്താ ഡിസ്റ്റല്ല ഇത്? ഒന്നുമില്ല അമ്മച്ചി. ബേബി മോളെ, ബേബി മോളെ, ഏയ് ബേബി മോളെ, ആ ഫോട്ടോ ഇനി താമോളെ. അയ്യോ എന്റെ പൊന്നു മോളല്ലേ, ചക്ര മോളല്ലേ, താമോളെ. ഇതെന്റെ ജോണി ഫോട്ടോ അല്ല. എന്റെ ബേബി മോളല്ലേ, താമോളെ. ജോണി നിന്നോട് വഴക്ക് കൂടില്ല, അതും തരൂല. ശരി, ഞാൻ ഇനി വഴക്ക് കൂടില്ല. ജോണി നിന്നോട് മിണ്ടാമോ? ഓ മിണ്ടാ. ഒരു കഥ പറഞ്ഞാൽ തരാം. പിന്നെ പറയാം. ഇതാ ഇത് തിന്ന്. പറഞ്ഞാൽ ഫോട്ടോ തരാം. നിന്റെ മനസ്സമ്മതം നാളെയല്ലേ? അതെ. പിന്നെ നീ ഇപ്പോൾ വന്നത്? ഇത് ജോണിയുടെ ഫോട്ടോ അല്ലേ? ഇതെന്തിനു കൊണ്ടുവന്നു? ജോണി ജോണി ഇവിടെയുണ്ട് എന്റെ ഹൃദയത്തിൽ. ഞാൻ ജോണിയെ സ്നേഹിക്കുന്നു. അതാണ് ഇന്ന് തന്നെ തുറന്ന മനസ്സുമായി ഞാൻ ഇവിടെ വന്നത്. ഞാൻ ജോണിയെ സ്നേഹിക്കുന്നു. ഞാൻ കുറ്റക്കാരിയാണ് ഒച്ച.
പ്രേമം ദൈവികമായ പ്രേരണയാണ്, സൃഷ്ടിയുടെ പ്രേരണ. പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി സ്ത്രീയും പുരുഷനും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത് ദിവ്യമായ പ്രക്രിയയാണെന്ന് മനസ്സിലാക്കും. പ്രേമം കുറ്റമല്ലല്ല. മനസ്സമാധാനത്തോടെ നിനക്ക് പോകാം. സ്റ്റെല്ല, എല്ലാ പള്ളിയിൽ പോയതിനു പോലും വഴക്ക് പറയും. നീ ഒരുത്തം കാരണമാണ്. കേട്ടില്ലേ? മേലാലിഞ്ഞ് ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ അപ്പൊ ഞാൻ കാണിച്ചു തരാം. അത്ര വലിയ വാശിയാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും. നിനക്ക് പൗരുഷം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ പെണ്ണിനെ കയറി വെച്ച് തല്ലിയപ്പോ അത് ചെയ്യേണ്ടതായിരുന്നു. വല്ലതും പറഞ്ഞോടാ. അമ്മച്ചി പിന്നെയും തുടങ്ങി. പൊളിച്ചു വന്നതാ അല്ലേ പൊന്നുമോളെ? പ്രായമായവരുടെ മനസ്സിലല്ലേ കുശുമ്പും വാശിയും ഒക്കെ ഉള്ളൂ. അതെന്താണോ ജാണി? അതിനെ വിട്ടേക്കണോപ്പ, തല്ല് കൊള്ളിക്കാതിരിക്കുന്നതാണ് നല്ലത്. മോളെ അമ്മമ്മ എന്നോട് കഴിക്കാൻ മാമ ഇന്നും കഴിക്കാൻ പോകാം. മോളുടെ ഉടുപ്പണിക്ക് തരാമോ? ഓ തരാം. അവര് തമ്മിൽ സംസാരിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ മനസ്സിലാവുന്നു. പ്രായമായവർക്ക് കുട്ടികളുടെ ഹൃദയമാണ്. അവൾ ഹൃദയം തുറന്ന് സംസാരിക്കുന്നു, അമ്മച്ചി കേൾക്കുന്നു. മോളെ, മോക്ക് അങ്കിളിനോട് പിണക്കമാണോ? മോള് ഇനി അങ്കിളിനോട് കൂട്ടുകൂടൂല്ലേ? ദൈവം തന്റെ ഹൃദയം കൊടുത്താണ് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്. നമ്മൾ ഈ ഹൃദയത്തിന് വിഷം കലർത്തി വളർത്തിയെടുക്കുന്നു. ത്രേസ്യേ, കുഞ്ഞിനെ ഇങ്ങോട്ട് എടുക്ക. മോളിങ്ങോട്ട് വാ. ബേബി ഇവിടെ വാടി, ഇവിടെ വാടി. എന്റെ കരളെ, ഇവിടെ വന്നത് മുതൽ ഞാൻ നിന്നെ പ്രേമിച്ചു പോയി. അതിന് തരക്കേടില്ല, എനിക്ക് ചിലവിന് തരണം. അതിനുള്ള കഴിവുണ്ടോ? കൊള്ളാം, നല്ല ചോദ്യം. നീ എന്റെ കയ്യിൽ ക്യാമറ കണ്ടിട്ടില്ലേ? എടുത്തു കഴിയാനുള്ള കഴിവ് എനിക്കുണ്ട്. കയ്യിൽ തൂമ്പ ഇരുന്നാലും വേണ്ടില്ല. എനിക്ക് പിള്ളേരുണ്ടായാലേ അവർക്ക് ചെലവിന് കൊടുക്കണം. അത് ഞാൻ ഏറ്റുമ. അയ്യോ, ലോറിയിൽ അച്ഛനായിരിക്കുമോ? ആയാൽ തന്നെ എന്താ തങ്കം, നമ്മുടെ ഒരു അനുരാഗമല്ലേ. നോക്ക്, എനിക്ക് ഒരൊറ്റ പ്രേമനൈരാശ്യമേ ഉള്ളൂ. എന്തോന്നാ? നിന്റെ ഒരു നേക്കഡ് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അയ്യോ, ഇപ്പൊ അതൊന്നും വേണ്ട. ഞാനൊരു കാമുകനാണ്. അയ്യോ, ഞാൻ ചുറ്റിക്കാരൻ ഔസേപ്പിന്റെ മകനാണ്. എവിടാ നിന്റെ വെള്ളം? എവിടാ? അതാ ഔസേപ്പ് പറയുന്ന ആരാണോട്? ആരാ? ആരാ? ഞാനാ. അയ്യോ, എന്റെ പൊന്നു മോനെ, എന്തിനാണ് നിന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? അയ്യോ, എന്ത് പറ്റി മോനെ? ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് അടുക്ക് വരെ. നിങ്ങൾ പണക്കാരെ ഒളിച്ച് താമസിക്കാൻ വരുന്നെന്ന് കരുതി പാവപ്പെട്ട പെങ്കൊച്ചുങ്ങൾ കയ്യിലെത്തൊന്നും കഴിയില്ലേ? എന്റെ ചെറുക്കനെ പറ്റി അനാവശ്യം പറയരുത്. ആ പെണ്ണ എട്ടും പോട്ടും അറിയാൻ വയ്യാത്ത ഈ കൊച്ചനെ വശീകരിച്ചോണ്ട് പോയത്. മോനിങ്ങ് പോരണം. ആഹാ, അങ്ങനെയാണല്ലേ? എടി, അടിയുടെ കരണ്ട്. പിന്നെ കടിക്കും. അവൻ ചിട്ടിക്കാരൻ ഔസേപ്പിന്റെ മോനാ, കണ്ടോളണം. അടിയുടെ കരണത്ത് കുട്ടിക്കാരൻ ഔസേപ്പിന്റെ മകന്റെ കരണ്ട്.
ക്യാമറ ഓടാ. ഓടി